206 സീറ്റുള്ള കോൺഗ്രസിനെ കൂടാതെ എൻ.സി.പി, രാഷ്ട്രീയ ലോക്ദൾ, നാഷണൽ കോൺഫറൻസ്, മുസ്ലിം ലീഗ്, കേരള കോൺഗ്രസ് എന്നിവയാണ് നിലവിൽ യു.പി.എയിലുള്ള സഖ്യകക്ഷികൾ. തൃണമൂൽ കോൺഗ്രസ്, ഡി.എം.കെ തുടങ്ങിയവ സഖ്യം വിടുകയും ചെയ്തു. എസ്.പി, ബി.എസ്.പി, ആർ.ജെ.ഡി തുടങ്ങി 10 കക്ഷികൾ പുറമേ നിന്ന് പിന്തുണയ്ക്കുകയും ചെയ്യുന്നു. എന്നാൽ 2014 പൊതുതെരഞ്ഞെടുപ്പിൽ ഇവരിൽ ആരൊക്കെ യു.പി.എയ്ക്കൊപ്പമുണ്ടാകുമെന്ന് ഇനിയും വ്യക്തമല്ല. 10% കഴിഞ്ഞ മാർച്ചിലെ പണപ്പെരുപ്പ നിരക്ക്. വളർച്ചാനിരക്ക് 3 വർഷത്തിനുള്ളിൽ നേർപകുതി കുറഞ്ഞ് 5%-ലെത്തിയിരിക്കുന്നു. റീറ്റെയിൽ രംഗത്ത് വിദേശ നിക്ഷേപം അനുവദിച്ചുകൊണ്ടുള്ള പരിഷ്കാരം കൊണ്ടുവന്ന കഴിഞ്ഞ വർഷം തന്നെ രാജ്യത്തേക്കുള്ള വിദേശ നിക്ഷേപത്തിൽ 38% കുറവുണ്ടായി. ദാരിദ്ര്യനിരക്ക് പ്രതിവർഷം 1.5% കുറയുന്നുവെന്ന് അവകാശപ്പെടുമ്പോഴും ലോകത്തെ മൊത്തം പട്ടിണിപ്പാവങ്ങളിൽ 1/3 ഇന്ത്യയിൽ തന്നെയാണ്. 2G, കൽക്കരി, റെയിൽവേ അഴിമതി കേസുകൾ പ്രതിച്ഛായയെ കാര്യമായി ബാധിച്ചു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് സംശയത്തിന്റെ നിഴലിലായി. 2G കേസിൽ പ്രതിപക്ഷ ബഹളം മൂലം ശൈത്യകാല സെഷനിൽ ഒരു ദിവസം പോലും പാർലമെന്റ് ചേരാൻ കഴിയാതെ വന്നു. ഇത് രാജ്യത്തിന്റെ ചരിത്രത്തിലാദ്യമാണ്. കർണാടക തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചെങ്കിലും അഴിമതിക്കെതിരെയുള്ള ഇന്ത്യൻ മധ്യവർഗത്തിന്റെ നിലപാട് യു.പി.എയ്ക്ക് വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭീഷണി തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മീഡിയ 1.